കേരളം ജനവിധി എഴുതാൻ 5 നാൾ മാത്രം ബാക്കി നിൽക്കെ 24-ന്റെ അവതാര പുലികൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ 76 മണിക്കൂർ 140 മണ്ഡലങ്ങളിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം. നാടിന്റെ ഇലക്ഷൻ ഡെസ്ക് വിവരങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിം, KR ഗോപികൃഷ്ണൻ എന്നിവർ ചേരുന്നു. നാടിന്റെ ഇലക്ഷൻ ഡെസ്ക് വിശേഷങ്ങൾ അറിയാം. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാൻ 24-ന്റെ അവതാരകർ നിങ്ങളൊക്കെ ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജനമനസ്സുകൾ അറിയുന്നതിനുള്ള ശ്രമത്തിലാണ് നിങ്ങൾ. അല്പസമയത്തിനകം 2 മണിയോടുകൂടി നാടിൻ്റെ ന്യൂസ് ഡെസ്ക്, നാടിൻ്റെ ഇലക്ഷൻ ഡെസ്കായി മാറുകയാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങൾ എന്താണ് ഈ ഇലക്ഷൻ്റെ സ്പന്ദനങ്ങൾ, ആ ചൂട്, ഇപ്പോൾ ചൂടുകാലമാണ് എന്നതറിയാം. ആ തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ആവേശം മുഴുവൻ 24-ന്റെ സ്ക്രീനിലേക്ക് ആവാഹിക്കുന്നതിനായി 24-ന്റെ അവതാരകർ എത്തുന്നു. ഹാഷ്മി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉറപ്പായും ദിലീപ്, ഏത് സർവേക്കാൾ പ്രധാനം നമ്മൾ ജനങ്ങളിൽ നിന്ന് നേർക്കുനേർ കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെയാണ്. അതാണ് ഏറ്റവും നാടിന്റെ പൾസ് എന്താണ് എന്നറിയാൻ ഏറ്റവും നല്ലത്. ഇനിയിപ്പോ ഇന്നേക്ക് 5-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. കൃത്യം പറഞ്ഞാൽ 3 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ മുന്നണികൾ അവരുടെ പ്രചരണ വിഷയങ്ങൾ പരമാവധി അതങ്ങനെ കുടുംബരി കൊണ്ട് പരമാവധിയിലേക്ക് എത്തിക്കാൻ, പരമാവധി രൂക്ഷമായ വാക്കുകൾ കൂടി പരമാവധിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നുണ്ട്. ഡീൽ തുടങ്ങിയ ഏറ്റവും ഒടുവിൽ വയനാട് ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യം, അതിന് KPCC അധ്യക്ഷൻ ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ മറുപടി, ആ മറുപടി തൃപ്തികരമല്ല എന്ന മറുമറുപടി, അങ്ങനെ വാക്പോരുകൾ, തർക്കം, കുതർക്കമൊക്കെയായി അതങ്ങനെ പുരോഗമിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മൾ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ നേതാക്കൾ ചർച്ച ചെയ്യുന്ന ഈ പറയുന്ന ഡീൽ ആരോപണവും അവർ പറയുന്ന പ്രൊപ്പഗണ്ട, ഈ പറയുന്ന സാധനങ്ങളൊക്കെ താഴെത്തട്ടിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നതാണോ, അവരുടെ വോട്ടിനെ അത് സ്വാധീനിക്കുന്നതാണോ എന്ന ചോദ്യം വലിയ ചോദ്യമായി കഴിഞ്ഞ കുറേയധികം ബൈ ഇലക്ഷനിലടക്കം അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് സൂചിപ്പിക്കുന്ന പല റിസൾട്ടുകളും നമ്മൾ കണ്ടതാണ്. ഇക്കുറി എന്താണെന്നല്ല കാര്യം, ഇത് ഏറ്റവും ക്രൂഷ്യലായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ നമ്മൾ 2 മണിക്ക് നാടിന്റെ ന്യൂസ് ഡെസ്കായി നാടിന്റെ മേഖലകളിലേക്ക് നിറയുകയാണ്. ആൾക്കാർക്കിടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് അവരുടെ പ്രതീക്ഷകൾ, അവരുടെ നിരാശകൾ, അവർ ആർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ ആരും പറയണമെന്നില്ല. പക്ഷെ അവരുടെ മറുപടികളിൽ നിന്നും വാക്കുകളിൽ നിന്നും എന്താണ് കൃത്യമായ സൂചന എന്നറിയുകയും ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഇന്നിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന മങ്കടയടക്കം, പെരിന്തൽമണ്ണ അടക്കം, തവനൂരും താനൂരും അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട, ഇവിടെ ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ UDFന്റെ ഉറച്ച കോട്ടയാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെയും ഈ പറയുന്ന സ്വിംഗ് മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണ ആവട്ടെ, കേരള ചരിത്രം അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ 38 വോട്ട് ഭൂരിപക്ഷത്തിലാണ് അവിടെ നജീബ് കാന്തപുരം ജയിച്ചത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. തവനൂരൊക്കെ അതിശക്തമായ പോരാട്ട മത്സരം നടക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ നിൽക്കുന്നത് പക്ഷേ ഇവിടെ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലാണ്. ദിലീപ് കുമാർ, തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന്റെ ഉത്സവം, അങ്ങാടിപ്പുറം ഉത്സവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ പേരുകേട്ട ഉത്സവമാണ്. ആ ഉത്സവത്തിൽ അവിടെയാണ് നിൽക്കുന്നത്. ചേച്ചി, എന്നാണ്ട് സുഖമാണോ? ഉത്സവത്തിൽ വന്ന ചോറുണ്ടോ? ചോറെങ്ങനെ? നല്ലതാണ്. ഇലക്ഷൻ ഒക്കെ വോട്ടൊക്കെ ചെയ്യണ്ടേ? ചെയ്യണം. ഉറപ്പാണ് ചെയ്യണം. രാഷ്ട്രീയം ഉണ്ടോ? ആർക്കാ വോട്ട് ചെയ്യുന്നത്? പാടില്ല. എന്നാണ്ട് കച്ചവടം നടക്കുന്നു? കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. നല്ല കമ്മല് അല്ലേ? കമ്മല ഇത് കൊള്ളാം. ഈ കമ്മല കൊള്ളാലോ, സംഭവം ഗംഭീരമുള്ള ഇതൊക്കെ അല്ല. കിടു എത്ര രൂപ ഇതിനൊക്കെ? ഇതൊരു 180 160 കൊടുക്കാം. ഇലക്ഷൻ ഒക്കെയാ അടിപൊളിയാ. ആര് ജയിക്കും? നല്ല വർക്ക് കിടക്കുന്നുണ്ട്. ആര് ജയിക്കും പറയാൻ പറ്റില്ല. നല്ല മത്സരമുണ്ട്. നല്ല മത്സരം. വോട്ട് ചെയ്യും എന്തായാലും. വോട്ട് ശതമാനം കൂടും. കൂടും. എന്താ പ്രത്യേകിച്ച് ജയിച്ചു വരുന്ന ആളോട് പറയാനുള്ള എന്താ ഇവിടുത്തെ കാര്യത്തെ പറ്റി? ജയിച്ചു പറയാൻ നമ്മളെന്നാ നല്ല വികസനം നടത്തണം ആരായാലും. അതെ ചേച്ചി, എന്നാ ഉണ്ട്? ചോറുണ്ടോ? ആ ചോറുണ്ടോ? അത് ചോദിക്കണം. എന്നാ ഉണ്ട്? സുഖല്ലേ? വോട്ട് ചെയ്യണം. ആദ്യം വോട്ടാണോ? ആർക്കാ ചെയ്യുന്നത്? അപ്പോ ചേട്ടാ, അവസാനം ചേട്ടാ എന്നുണ്ട്? പൂരം ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ദിലീപ് കുമാർ അതങ്ങനെ ഗംഭീരമായി പോവാണ്. നമ്മളിവിടെ നിൽക്കുന്നു. ജനാധിപത്യത്തിന്റെ പൂരം ഇനി 3 നാളുകൾക്കകം ജനാധിപത്യത്തിന്റെ പൂരമാണ്. ആ പൂരത്തിനോടുള്ള കാത്തിരിപ്പിലാണ്. ഇവിടെ തിരുവനന്തപുരം ക്ഷേത്രം ഇവിടെ പൂഴിവാരിട്ട താഴെയില്ലാത്ത പോലെ നട്ടുച്ചയാണ്, കട്ട വെയിലാണ്, നല്ല ചൂടാണ് എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ആളുകൾ വരുന്നുണ്ട്. ഇതിനപ്പുറം ജനാധിപത്യത്തിന്റെ പൂരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ദിലീപ് കുമാർ, നമ്മൾ ഇറങ്ങുകയാണ്, ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്, 140 മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. സൂക്ഷ്മമായ സ്പന്ദനങ്ങൾ കേരളത്തെ അറിയിക്കാൻ പോവുകയാണ്. നാടിന്റെ ന്യൂസ് ഡെസ്കായി നാടിലേക്ക് വ്യാപരിക്കാൻ പോകുന്നു ദിലീപ് കുമാർ. തിരുമാന്താംകുന്ന് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന് സമീപം നിന്നാണ് ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങൾ നൽകിയത്. നാടിന്റെ സ്പന്ദനങ്ങൾ അറിയിക്കുവാൻ, പ്രേക്ഷകരെ അറിയിക്കുവാൻ, ഓരോ മണ്ഡലത്തിലെയും ജയസാധ്യതകൾ അറിയിക്കുവാൻ
24ന്റെ അവതാരകർ. റിപ്പോർട്ടർമാർക്കൊപ്പം ഇന്നു മുതൽ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്നു. പ്രേക്ഷകർക്ക് തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.